മലയാള ചലച്ചിത്ര ലോകത്തെ പ്രമുഖ സംവിധായകനും നടനുമായ രഞ്ജിത്ത് ലൈംഗികാതിക്രമ കേസിൽ അറസ്റ്റിലായ വാർത്ത കേരളത്തിൽ വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. സ്വന്തം സിനിമാ സെറ്റിൽ വെച്ച് യുവനടിയോട് മോശമായി പെരുമാറിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെടുത്തത്. ചൊവ്വാഴ്ച രാത്രി തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്ത് വെച്ച് രഞ്ജിത്ത് സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിയാണ് പോലീസ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കൊച്ചി പോലീസിന് കൈമാറുകയായിരുന്നു. അറസ്റ്റിന് ശേഷം വൈദ്യപരിശോധനയ്ക്കായി രാത്രി 1 മണിയോടെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ രഞ്ജിത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടത് നാടകീയമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു. ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന അദ്ദേഹത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയ ശേഷം ബുധനാഴ്ചയാണ് ഡിസ്ചാർജ് ചെയ്തത്. ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ മാധ്യമപ്രവർത്തകർ പ്രതികരണം തേടിയെങ്കിലും തനിക്കെതിരെയുള്ളത് വ്യാജ പരാതിയാണെന്ന ഒറ്റ വാക്കിലുള്ള മറുപടി മാത്രമാണ് അദ്ദേഹം നൽകിയത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രഞ്ജിത്തിനെ മരടിലെ സിവിൽ ജഡ്ജിയുടെ വസതിയിൽ ഹാജരാക്കി. കോടതി നടപടികൾ പൂർത്തിയാക്കി അദ്ദേഹത്തെ 2 ആഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു. നിലവിൽ എറണാകുളം സബ് ജയിലിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത്. ജനുവരിയിൽ ഫോർട്ട് കൊച്ചിയിലെ ഒരു സിനിമാ സെറ്റിൽ വെച്ച് നടന്ന സംഭവങ്ങളെ ആസ്പദമാക്കിയാണ് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത്. കാരവാനിൽ വെച്ച് രഞ്ജിത്ത് തന്നോട് അപമര്യാദയായി പെരുമാറുകയും സ്ത്രീത്വത്തെ അപമാനിക്കുകയും ചെയ്തുവെന്നാണ് നടി നൽകിയ പരാതി. യുവനടി നേരിട്ട് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നിയമ നടപടികൾ ആരംഭിച്ചത്. കമ്മീഷണറുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് എറണാകുളം നോർത്ത് വനിതാ പോലീസ് സ്റ്റേഷനാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പരാതിക്കാരിയുടെ മൊഴി 2 ദിവസങ്ങളിലായി പോലീസ് വിശദമായി രേഖപ്പെടുത്തിയിരുന്നു. ലൈംഗികാതിക്രമം, സ്ത്രീത്വത്തെ അപമാനിക്കൽ തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകളാണ് സംവിധായകനെതിരെ ചുമത്തിയിരിക്കുന്നത്. കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് കൊച്ചി DCP അശ്വതി ജിജിയുടെ നേരിട്ടുള്ള നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. സിനിമാ മേഖലയിലെ ഉന്നതർ ഉൾപ്പെടുന്ന കേസായതിനാൽ വളരെ ജാഗ്രതയോടെയാണ് പോലീസ് നീങ്ങുന്നത്. ചലച്ചിത്ര രംഗത്തെ അധികാര ദുർവിനിയോഗവും സ്ത്രീ സുരക്ഷയും സംബന്ധിച്ച ചർച്ചകൾ ഈ അറസ്റ്റോടെ വീണ്ടും സജീവമായിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുവാനും സാക്ഷിമൊഴികൾ രേഖപ്പെടുത്താനുമാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ മീഡിയ. Relax. Redefine yourself. Green Planet Hotel, near Kannur Airport, Mattannur.